പാലിയേക്കര ടോൾ പിരിവ് കമ്പനിക്ക് ദേശീയപാത അതോറിറ്റി നഷ്ടപരിഹാരം നൽകണം. നേരത്തെ ഉണ്ടായിരുന്ന കരാർ പ്രകാരമാണ് നടപടി. ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് വിലക്കിക്കൊണ്ട് ഹൈക്കോടതി ഇന്നലെ ഉത്തരവിട്ടിരുന്നു. നമുക്ക് ലിഷോയോട് ചോദിക്കാം എന്തൊക്കെയാണ് വിശദവിവരങ്ങളായത്. ലിഷോയ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ പാലിയേക്കര ടോള് കുറച്ച് ദിവസത്തേക്ക് നിർത്തിവെച്ചു എന്നത് തന്നെ വലിയ ആശ്വാസമാണ്. പൂർണ്ണമായും നിർത്തേണ്ടതാണ് എന്ന് നാട്ടുകാരൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ നിലവിൽ എന്താണ് സംഭവങ്ങൾ? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെ? പാലിയേക്കര ടോൾ പ്ലാസയിൽ ടോൾ പിരിവ് നിർത്തിയെങ്കിലും ജനങ്ങളുടെ നികുതി പണം തന്നെ ഈ കരാർ കമ്പനിക്ക്, അതായത് ഈ ടോൾ പിരിവ് കമ്പനിക്ക് നൽകേണ്ടി വരും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതായത് ഈ ടോൾ പിരിവ് നിർത്തിവെക്കുന്ന ഏതെങ്കിലും സാഹചര്യം ഉണ്ടായാൽ ആ സമയത്തുണ്ടാകുന്ന ഈ കമ്പനിക്കുണ്ടാകുന്ന നഷ്ടം അത് പൂർണ്ണമായും ദേശീയപാത അതോറിറ്റി വഹിക്കണം എന്നുള്ളതാണ് നേരത്തെ ഉണ്ടാക്കിയ കരാറിലുള്ളത്. അപ്പോൾ ആ കരാർ പ്രകാരം ഇപ്പോൾ ദേശീയപാത അതോറിറ്റി ഈ ഓരോ ദിവസവും ടോൾ പിരിവ് നിർത്തിവെക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം അതെത്രയാണെന്ന് കൃത്യമായി കണക്കാക്കി ആ തുക ടോൾ പിരിവ് കമ്പനിയായ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന GIPL എന്ന കമ്പനിക്ക് നൽകേണ്ടി വരും എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ടോൾ പിരിവ് കമ്പനിക്ക് യാതൊരു വിധത്തിലുള്ള നഷ്ടവുമില്ല. ഒരു പണിയും എടുക്കാതെ നേരെ ആ പണം അങ്ങ് വാങ്ങി വെക്കാം എന്നുള്ളതാണ്. ഇത് അതായത് ഇത് കൃത്യമായി കണക്കാക്കാൻ കഴിയാത്തതിനാൽ തന്നെ ഒരു ദിവസം എത്രത്തോളം വാഹനങ്ങൾ കടന്നു പോകുന്നു എന്നുള്ള കാര്യം കണക്കാക്കി നൽകാം. അല്ലെങ്കിൽ ഒരു ഇപ്പോൾ നിലവിൽ പിരിച്ചിരുന്നതിന് സമാനമായി 3 ദിവസത്തെ ഒരു ആവറേജ് എടുത്തതിന് ശേഷം അങ്ങനെ ടോൾ പിരിവ് കമ്പനിക്ക് സാധാരണഗതിയിൽ ഒരു ശരാശരി കണക്ക് എന്നുള്ള രീതിക്ക് ഈ ടോൾ പിരിവ് കമ്പനിക്ക് ദേശീയപാത അതോറിറ്റി നൽകണം എന്നുള്ളതാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഈ റോഡിലൊക്കെ തന്നെ അറ്റകുറ്റപ്പണി നടത്തുന്നത് GIPL എന്ന് പറയുന്ന കമ്പനിയല്ല. അതായത് ഈ ഇപ്പോഴുള്ള മേൽപ്പാലത്തിൻ്റെ ജോലികളായാലും അടിപ്പാതയുടെ ജോലികളായാലും ഒന്നും തന്നെ നടത്തുന്നത് GIPL എന്ന് പറയുന്ന കമ്പനിയല്ല. അതിന് പകരം PSA എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയാണ് ഈ ജോലികളൊക്കെ തന്നെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ കമ്പനി വരുത്തിയ വീഴ്ചകൾക്ക് തങ്ങൾ ടോൾ പിരിവ് നിർത്തിവെക്കേണ്ട കാര്യമില്ല എന്നുള്ള നിലപാടാണ് GIPL കമ്പനിക്ക്. ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ഇനി സുപ്രീം കോടതിയെ സമീപിക്കാൻ സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് ഈ ടോൾ പിരിവിനെതിരെ ഹൈക്കോടതി ഹർജി നൽകിയ അഡ്വക്കേറ്റ് ഷാജി കോടകണ്ടത്ത് ഇപ്പോൾ തടസ്സ ഹർജിയും ഫയൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ടോൾ പിരിക്കുന്ന GIPL കമ്പനിക്ക് യാതൊരു വിധത്തിലുള്ള നഷ്ടവും വരില്ല. അതേസമയം ആളുകൾക്ക് നേരിട്ട് പണം നൽകുന്നത് അതിൽ നിന്നൊരു ആശ്വാസം ഉണ്ടാക്കും. അതായത് നമ്മളുടെ കയ്യിൽ നിന്ന് നേരിട്ട് ഈ GIPL കമ്പനിക്ക്, പക്ഷേ അതേസമയം തന്നെ നമ്മൾ നൽകുന്ന നികുതി പണം കൊണ്ട് ദേശീയപാത അതോറിറ്റി ആ പണം മറ്റൊരു വഴിയിലൂടെ GIPL കമ്പനിക്ക് തന്നെ നൽകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.